നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. ലോക ലഹരി വിരുദ്ധ ദിനം കടന്നു പോവുകയാണ്. ഈ ദിനം തുടർന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സമൂഹത്തിനു വേണ്ടി? ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളും നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിന്റെ കടത്തും. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. അതിരുകളില്ലാത്ത സ്വപ്നമോഹങ്ങൾക്ക് ഭംഗം നേരിടുമ്പോൾ ജീവിത വിരക്തിയാൽ ലഹരി ഉപയോഗവും അതുവഴി മാനസിക വിഭ്രാന്തിയും ഒടുവിൽ മരണവും സംഭവിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലെ അന്തഛിദ്രതയോ അസ്വരസ്യങ്ങളോ മറ്റു ജീവിത നൈരാശ്യമോ മൂലം ലഹരികളിലേക്കുള്ള ഈ കൂടുമാറ്റത്തിന് സമൂഹം വിധേയമാകുന്നു. കുടുംബത്തിന്റെ മാന്യതയും സമൂഹത്തിന്റെ മഹത്വവും ഉയർത്തിപ്പിടിക്കേണ്ടവർ തന്നെ ലഹരിയുടെ കാണാക്കയത്തിൽ ജീവിതം ഹോമിക്കുന്നു. ഭൂമിയിൽ കാണുന്നതല്ല സ്വർഗം, സ്വർഗീയ സുഖം അത് മറ്റൊരു ലോകത്താണെന്നും അവിടേക്കുള്ള എളുപ്പവഴി ലഹരിയാണെന്നുമുള്ള മിഥ്യാബോധവുമായി നമ്മുടെ കൗമാരക്കാരെ അടക്കം ലഹരിയുടെ വർണ്ണപ്രപഞ്ചത്തിലേക്ക് നയിക്കുന്നത് നന്മയും തിന്മയും ചേർന്നിരിക്കുന്ന ഈ ജീവിത പരാവാരത്തെ നീന്തിക്കടക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതിന് പ്രതിരോധിക്കാനുള്ള ശക്തി നാം സംഭരിച്ചേ മതിയാകൂ. ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടി വിജയശ്രീ ലാളിതനാകണം. അതിന് ശ്രമിക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും പൂർണ്ണത കണ്ടെത്തുകയല്ല അഭികാമ്യം. ലഹരിക്ക് അടിമയായവരെയും അവരുടെ കുടുംബത്തെയും സഹാനുഭൂതിയോടെ കാണുക. അവരോട് മാന്യമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുക. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക. ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷ നൽകുന്നതിന് പകരം അവർക്ക് ചികിത്സ നൽകുകയും അവരെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്യുക. മയക്കുമരുന്നിന്റെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കുക എന്നീ ആശയങ്ങളിലൂന്നിയാകണം ഈ വർഷത്തെ പ്രവർത്തനങ്ങളെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നു. 2024 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം ലഹരിയുടെ ഉപയോഗവും കടത്തും വർദ്ധിച്ചിട്ടുണ്ടെന്നും 15-നും 24-നും ഇടയിൽ പ്രായമുള്ള 284 ദശലക്ഷം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് ലഹരി ഉപയോഗം 26% വർദ്ധിച്ചതായും 2024 കണക്കുകളെ ഉദ്ധരിച്ചു പറയുന്നു. 112 ലക്ഷം ആളുകൾ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുന്നുണ്ട്. ഇതുമൂലം ഇതിൽ പകുതി പേർക്കും ഹെപ്പറ്റൈറ്റിസ് രോഗവും 14 ലക്ഷം പേർക്ക് എയ്ഡ്സ് രോഗവും ബാധിച്ചിട്ടുണ്ട്. ജീവിത സമരാങ്കണത്തിലെ യോദ്ധാക്കളായി നാം മാറണം. അതിനാൽ ശരീരവും മനസ്സും തളർത്തുന്ന ലഹരി വസ്തുക്കൾ വർജിക്കുന്നതിനായി നാം പ്രതിജ്ഞയെടുക്കുക. ജീവനും സ്വത്തും നശിപ്പിക്കുന്ന ലഹരിയിൽ നിന്നും ഏവരും മുക്തരാകട്ടെ. ലഹരിയുടെ ആലസ്യവും ആസ്വസ്ഥവും ഇല്ലാത്ത ഒരു ലഹരി വിരുദ്ധ നാളുകൾക്കായി നമുക്കൊന്നിച്ച് അണിചേരാം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.